ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമ്മൾ ഈ ട്രക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരുപാട് പരിമിതികളുണ്ട്, എന്നിരുന്നാലും നിങ്ങൾ കാണുന്നത് വലിയ സന്തോഷം. പുതുതായിട്ട് കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ആരോഗ്യമാണ്. ആരോഗ്യം എന്ന് പറഞ്ഞത് മനുഷ്യന് ഒരു അവിഭാജ്യ ഘടകമാണ്, ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ചിട്ട് ഈ ട്രക്ക് പോലുള്ള ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽക്കപ്പുറം നമ്മുടെ ജോലി, നമ്മുടെ ഫിനാൻഷ്യൽ, നമ്മുടെ കുടുംബം എല്ലാത്തിനെയും ബാധിക്കും. അപ്പം ആരോഗ്യപരമായ ഒരു ജീവിതത്തിന് നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും വലുതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അത് ഞാൻ ഉൾപ്പെടെയുള്ള പ്രത്യേകിച്ച് പ്രവാസികൾ അത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അത് എന്തെങ്കിലും കരുതി കൂടിയിട്ടല്ല. ഇപ്പൊ എന്റെയൊക്കെ അനുഭവം പറയുകയാണെങ്കിൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്നല്ല, ഉച്ചക്ക് എപ്പോഴെങ്കിലും കിട്ടിയാൽ കിട്ടി, രാത്രി വന്നൊരു ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ കടന്നുറങ്ങുക, മൊബൈലിൽ കുറേ നോക്കുക, പിന്നെ രാവിലെ പോകുന്നതിന് കുറച്ച് മുമ്പ് എഴുന്നേൽക്കുക, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് അവൈലബിലിറ്റി ഉണ്ടാവില്ല, ചില ആളുകൾക്ക് മടി, അല്ലെങ്കിൽ ചിലവർ പിന്നെ അത് അങ്ങനെ മതി എന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെ വിചാരിച്ച് കുറേ കാലം നിന്നപ്പം എനിക്ക് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങി. പ്രത്യേകിച്ച് കുറേ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ഞാനൊരു തീരുമാനത്തിലെത്തി, മസ്റ്റായിട്ട് രാവിലെ ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇപ്പം അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിട്ട് കഴിക്കൽ തുടങ്ങി. ഉച്ചക്ക് പിന്നെ കിട്ടുന്ന മാതിരി രാത്രി ഹെവിയായി കഴിച്ച് ശീലിച്ചത് കൊണ്ട് പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല, എന്നാലും കൺട്രോളുകൾ വെക്കുന്നുണ്ട്. അതിനുശേഷം മസ്റ്റായിട്ട് നമ്മൾ കുറച്ച് നേരം എക്സസൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എക്സസൈസ് ചെയ്യാൻ കഴിയില്ല, എന്നെ പോലത്തെ മടിയന്മാർക്ക്. അപ്പോൾ ഒരു 20 മിനിറ്റ് നടക്കുന്നെങ്കിലും എന്തായാലും ചെയ്യണം. കാരണം പ്രവാസികൾക്കിടയിൽ നിങ്ങൾക്കറിയാം, ഒരുപാട് രോഗങ്ങൾ, ഹൃദയാഘാതം, ക്യാൻസറൊക്കെ വരുന്നതിന് കാരണം ഭക്ഷണത്തിലെ ക്രമീകരണവും ഭക്ഷണത്തിൻ്റെ ഓയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ജോലി പോലെ തന്നെ ഏറ്റവും സേഫായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആരോഗ്യം. കാരണം അവസാനം ആരോഗ്യം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല, പൈസയൊക്കെ വരും പോകും. ഓക്കെ, അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ശ്രദ്ധിക്കുക. ഇത് എൻ്റെ ഒരു അനുഭവം പറഞ്ഞാണ്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.